റെയിൻബോ ടെക് മലയാളം ചാനലിലേക്ക് എൻ്റെ എല്ലാ മാന്യ സുഹൃത്തുക്കളെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിക്ക വീടുകളിലും ഒരു തയ്യൽ മെഷീൻ ഉണ്ടാകും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ മോട്ടോർ വെച്ചുകൊണ്ടാണ് ഒട്ടുമുക്കാൽ ആളുകളും വർക്ക് ചെയ്യിക്കുന്നത്. ആ തയ്യൽ മോട്ടോറിൻ്റെ കാർബൺ ബ്രഷ് തഴഞ്ഞു പോയാൽ അല്ലെങ്കിൽ കാർബൺ ബ്രഷ് തീർന്നു പോയാൽ എങ്ങനെയാണ് അത് നമുക്ക് സ്വന്തമായി മാറ്റിയിടാൻ വേണ്ടി സാധിക്കുക എന്നതാണ് ഞാനിവിടെ ഒരു ചെറിയ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. സ്ത്രീകൾക്കൊക്കെ വളരെ പ്രയോജനകരമായ രീതിയിലാണ് അതിൻ്റെ നിർമ്മാണവും ഘടനയൊക്കെ. അപ്പോൾ അത് സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു വിഷമവും കൂടാതെ നമുക്ക് 2 കാർബൺ മാറ്റിയിട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രവർത്തനം വീണ്ടും നമുക്ക് നടത്താൻ പറ്റും. ചിലരൊക്കെ അത് മോട്ടോർ തന്നെ മൂലക്ക് വെക്കുന്ന സ്ഥിതിയാണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ കാർബൺ എങ്ങനെ മാറ്റിയിടാമെന്നുള്ളത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. കാരണം സ്ത്രീകളെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സ്ത്രീകളാണ് ഈ തയ്യൽ മെഷീൻ വീടുകളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് കൂടി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അത് കാണിച്ചു തരുന്നത്. നമുക്ക് താമസിപ്പിക്കേണ്ട വീഡിയോയിലോട്ടേക്ക് പോകാം. ഇത് തയ്യൽ മെഷീൻ്റെ മോട്ടോറാണ്. ചിലപ്പോൾ ഇവിടെ നിന്ന് സ്പാർക്ക് വരുന്നത് കാണാം. ആ സ്പാർക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ ചിലപ്പോൾ മോട്ടോർ തിരിയുകയുമില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിലെ കാർബൺ ബ്രഷ് തേഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നോക്കലാണ്. അത് കറക്റ്റാണെങ്കിൽ നമുക്ക് പിന്നീട് ഈ മോട്ടോർ അഴിച്ചു നോക്കിയാൽ മതി. മിക്കവാറും കാർബൺ തീർന്ന കംപ്ലൈൻ്റാണ് നമുക്ക് സാധാരണയായി കണ്ടുവരാറുള്ളത്. മോട്ടോറിൻ്റെ 2 വശത്തും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രൂ ആണ്. ആ പ്ലാസ്റ്റിക് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഒരു 3 തവണ തിരിക്കുമ്പോൾ തന്നെ ഇതിങ്ങോട്ട് കിട്ടും. ഇതാണ് കാർബൺ ബ്രഷ്. ഇപ്പോൾ ഇതിൽ തേഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇത് ഒരു ചെറിയൊരു ഭാഗം മാത്രമേ തേഞ്ഞു പോയിട്ടുള്ളൂ. അത് അങ്ങനെ മാത്രമേ തയ്യുകയുള്ളൂ. കുറേ വർഷം ഉപയോഗിച്ചാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയുള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ആർമിച്ചറിൻ്റെ റൊട്ടേറ്ററുമായി ഇത് ടച്ച് ചെയ്ത നിലയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഭാഗത്തത് ഇത് ഒരു ചെറിയ ഒരു പീസ് മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ നമുക്ക് കാർബൺ മാറ്റിയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇത് മുഴുവനായും തേഞ്ഞു പോയാൽ ആണ് ഈ സ്പ്രിങ് ഈ ആർമിച്ചറിൻ്റെ റൊട്ടേറ്ററിൽ പോയി ഉരയുമ്പോഴാണ് ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് വരും, പക്ഷേ അത് മോട്ടോറിന് കേടാണ്. ആ സമയം ഇതിൽ നിന്ന് സ്പാർക്ക് വരുമ്പോൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക കാർബൺ തീർന്നിട്ടുണ്ട് എന്ന്. ഇതാണ് ഇതിൻ്റെ സോക്കറ്റ്. ഈ സോക്കറ്റിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ കാർബൺ ബ്രഷ് ഇട്ട് കൊടുക്കുക. 2 ഭാഗത്തും ഇത്തരത്തിലുള്ള ഒരു സോക്കറ്റും അതുപോലെ തന്നെ അതിനൊരു സ്ക്രൂ ഉണ്ടാവും. ഇതാണ്. അതുപോലെ തന്നെ ഇതും അയച്ചെടുക്കുക. ഒരു ഭാഗം മാത്രമായി മാറ്റരുത്. മാറ്റുമ്പോൾ 2ഉം കൂടി മാറ്റണം. കാരണം 2ഉം കൂടിയുള്ള അത് ഒന്ന് നീളം കുറഞ്ഞ് ഒന്ന് നീളം കൂടിയും ഇരുന്നാലും ദോഷമാണ്. ഇതാണ്. വാങ്ങുമ്പോൾ ഇത്ര മാത്രമേ ഉണ്ടാവില്ല. ഒരു ചെറിയ പോർഷൻ മാത്രമേ ഇതിൽ നിന്ന് തേഞ്ഞു പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് തേഞ്ഞ് ഇത്ര വരെ എത്തിയാൽ നമ്മളത് മാറ്റിയിടുന്നതാണ് നല്ലത്.
ഇതാണ് ഞാൻ പറഞ്ഞത്. മുഴുവൻ തേഞ്ഞു പോയാൽ ഈ സ്പ്രിങ്ങാണ് പിന്നെ ഇതിൽ വരഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ കറണ്ട് സപ്ലൈ അവിടുത്തേക്ക് കിട്ടുമെങ്കിലും കാർബൺ ബുഷ് ഇല്ലാത്ത കാരണം സ്പാർക്ക് വരും. ചിലപ്പോൾ മോട്ടർ കറങ്ങുകയില്ല. അത് ആർമിച്ചറിന് ദോഷമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള 2 കാർബൺ വെച്ച് ഇതുപോലെ ഉണ്ടാവുക. അതിൻ്റെ നടുവിൽ ആർമിച്ചറിൻ്റെ റൊട്ടേറ്റർ കറങ്ങുമ്പോൾ ഇതെങ്ങനെ ടച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ കൂടി കറണ്ട് സപ്ലൈ ഉണ്ടാവും. അപ്പോൾ ഒരു ലൈന് ഇതിലൂടെ വന്ന് റൊട്ടേറ്ററിലൂടെ ഇതിലേക്ക് പോകും. അപ്പോഴാണ് അത് കറങ്ങുന്നത്. മറ്റൊരു ലൈന് നേരിട്ട് മോട്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ച് പുതിയ എണ്ണം വാങ്ങി അത് അഥവാ തേഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു കാർബൺ ബ്രഷ് വാങ്ങും. 5-10 രൂപ മാത്രമേ ചിലവ് വരൂ. അതിൻ്റെ പേരിൽ നമ്മൾ വെറുതെ ജോലി ചെയ്യാതിരിക്കുകയൊന്നും വേണ്ട. ഇത് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവരാണിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് തിരിച്ച് അവിടത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് തിരിച്ച് ഈ സോക്കറ്റിലേക്കും ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ശക്തിയൊന്നും കൊടുക്കണ്ട. ചെറിയ പ്ലാസ്റ്റിക് സ്ക്രൂ ആണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് കേട് വന്നു പോകും അധികം ശക്തിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ. ഇത് മാത്രമായി വാങ്ങാൻ കിട്ടും. അഥവാ പോയാലും നമുക്കിതിൻ്റെ സ്പെയറുകൾ വിൽക്കുന്ന കടകൾ കാണും. അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് അത് പോയാലും പ്രശ്നമൊന്നും ആക്കണ്ട. ഇത് തിരിച്ച് അവിടെ തന്നെ ഇട്ട് കൊടുക്കുക. വളരെ നിസ്സാരമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമേ വേണ്ടൂ. ഇനി കാർബൺ ബ്രഷ് കംപ്ലൈൻറ്റ് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ഈ സ്ക്രൂ ഒക്കെ അഴിച്ച് ഇതിൻ്റെ ഉൾഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ളത് വിശദമായി പരിശോധിക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് പിന്നാലെ ഇട്ട് തരാം. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമുള്ള കാര്യമല്ല. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെൽ ഐക്കൺ ഒന്ന് ഓണാക്കി വെച്ചാൽ എൻ്റെ തുടർ വീഡിയോകൾ മുഴുവൻ നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മൊബൈലിൽ വരുന്നതാണ്. ഈ വീഡിയോ കണ്ട മുഴുവൻ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമസ്കാരം.